Sri Mahata Mumbai consigns. Consigns means he sent 1,000 cases of goods costing 1,000 each. Okay, to Sri Sundaram of Chennai. നോക്കിയേ, അപ്പം ഇതിൽ കൺസൈനർ ആരാണ്? ഈസ് എ കൺസൈനർ. Then Sri Sundaram is consignee. Okay. Then Sri Mehta pays the following expenses in connection with the consignment. ഇവിടെ ശ്രദ്ധിച്ചോളൂ. Okay. Carriage of 10,000, freight 30,000, loading charge 10,000. So this is the expense incurred by consigner. Okay, consigner expense ആണ് വന്നിരിക്കുന്നത്. Okay. Then Sri Sundaram sells എത്രയാ? 700. എത്ര അയച്ചിട്ടുണ്ടായിരുന്നു? 1000 അയച്ചിട്ടുണ്ടായിരുന്നു. But he sold 700 cases at the rate of 1,400 per case and incur the following expenses. Clearing charge എന്ന് പറഞ്ഞാൽ അവിടെ ഡ്യൂട്ടി പോലെയുള്ള കാര്യങ്ങൾ എന്തിട്ടുണ്ട്? ക്ലിയറിംഗ് ചാർജ് 8,500 വന്നിട്ടുണ്ട്. വെയർഹൗസിംഗ് ആൻഡ് സ്റ്റോറേജ് 17,000 വന്നിട്ടുണ്ട്. പാക്കിംഗ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ് 6,000 വന്നിട്ടുണ്ട്. ഇതൊക്കെ ആരെ എക്സ്പെൻസ് ആണ്? കൺസൈനി മീറ്റ് ചെയ്ത എക്സ്പെൻസ് ആണ്. ബട്ട് ഇറ്റ്സ് എക്സ്പെൻസ് ഓഫ് consigner regarding this consignment, and it is found that 50 cases have been lost in transit. പ്രത്യേകം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ ഇൻ ട്രാൻസിറ്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ക്ലിയറിംഗ് ചാർജോ അല്ലെങ്കിൽ വെയർഹൗസിംഗോ പാക്കിംഗ് ചാർജോ ഒന്നും അതിലേക്ക് വന്നിട്ടില്ല അല്ലെ. ഈ കൺസൈനർ സെൻഡ് ചെയ്തു ഗുഡ്സ്, കൺസൈനിക്ക് ഇവിടെ എത്തിയിട്ടുണ്ടോ? ഇല്ല. എത്തുന്നതിന് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്? 100 യൂണിറ്റ്സ് അല്ലെ, 100 യൂണിറ്റ് ലോസ് ആയിട്ടുണ്ട്. സോറി, 50 യൂണിറ്റ്സ് അല്ലെ, 50 യൂണിറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ലോസ് സംഭവിച്ചിട്ടുണ്ട്. സോ ഇവിടെ എത്തിയിട്ടില്ല. സോ ഇതിന്റെ കോസ്റ്റ് എത്ര രൂപയുടെ അബ്നോർമൽ ലോസ് ഉണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് യു നെവർ ചാർജ് ദീസ് എക്സ്പെൻസ്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അതിലേക്ക് ചാർജ് ചെയ്യാൻ പാടില്ല. Sundaram is entitled to get a commission of 10% on gross sales. Okay, 10% means അതാണ് ഓർഡിനറി കമ്മീഷൻ ആണ്. ഡ്രോപ്പ് കൺസൈൻമെന്റ് അക്കൗണ്ട് ആൻഡ് സുന്ദരം അക്കൗണ്ട് ഇൻ ദി ബുക്സ് ഓഫ് ശ്രീ മേത്ത. നമ്മൾ കൺസൈനറുടെ ബുക്കാണ് വരയ്ക്കാൻ പോകുന്നത്. അതിൽ പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഒന്ന് എന്താണ്? 50 കേസസ് എന്ത് ചെയ്തിട്ടുണ്ട്? ലോസ് സംഭവിച്ചിട്ടുണ്ട്. വിറ്റിരിക്കുന്ന എത്രയാണ്? 700 ആണ്. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കുന്ന സമയത്ത് ഓൾ ദീസ് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡർ. ഓക്കെ, അപ്പൊ നമ്മള് കൺസൈൻമെന്റിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കിംഗ് നോട്ട് നോക്കാം. അതൊന്ന് കൺസൈനർ എക്സ്പെൻസ് 10,000 കേസസ് അമൗണ്ട് ടു 50,000. ഓക്കെ, എത്ര? 1,000 കേസസ് അമൗണ്ട് ടു 50,000. It came to 50 per case. Okay, the cost of cases loss will be computed 10,050 per case. Sorry, 1,050 per case. Then Sundaram has incurred 8,500 on clearing charge for 850 cases. കാരണം 150 എത്തിയിട്ടില്ല, 50 ലോസ് ആയിട്ടുണ്ട്, 100 ഇൻ ട്രാൻസിറ്റ് ആണ് അല്ലെ. That is 10 per case. While valuing the closing inventories, the agent rupees 10 per case has been added to cases in hand with the agent. It has been assumed that the balance of 8,50,500 is not yet paid. Okay, കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യാം. ഓക്കെ, നമുക്ക് കൺസൈൻമെന്റ് അക്കൗണ്ടിലേക്ക് വരാം. ഫസ്റ്റ് വരെ എന്ത് ചെയ്തിട്ടുണ്ട്? കൺസൈൻമെന്റ് ഗുഡ്സ് അയച്ചിട്ടുണ്ട്. എത്രയാണ്? 1,000 into 1,000 അതല്ലേ? 1,000 into 1,000 എത്ര വരും? 1,000 into 1,000 എന്ന് പറഞ്ഞാൽ 10 lakh. അവൻ ജേണൽ എൻട്രി വന്നിട്ടുണ്ട്. കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ്. റെഡി? Then consigner has incurred expense അല്ലെ? കൺസൈനർക്ക് എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ ജേണൽ എൻട്രി എന്താ? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. ഓക്കെ, ദെൻ ആർക്ക് എക്സ്പെൻസ് ഉണ്ട്?
കൺസൈനിക്ക് എക്സ്പെൻസ് ഉണ്ട് അല്ലേ? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനി അല്ലെ? കൺസൈനിയാണ് ഇൻകർ ചെയ്ത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. 31,500 എക്സ്പെൻസ് ഉണ്ട്. ദെൻ കമ്മീഷൻ ഡ്യൂ ആയിട്ടുണ്ടാവും ഓൺ സെയിൽസ് മെയ്ഡ് അല്ലെ? അദ്ദേഹം നടത്തിയ സെയിൽസിന്റെ മുകളിൽ കമ്മീഷൻ വന്നിട്ടുണ്ടാവും. എത്രയാ വിറ്റത്? 700 കേസ്. 700 ഇൻറ്റു 1400 എത്ര വരും? ഇൻറ്റു 10%. അതിന്റെ 10% കണ്ടേ 98,000. ഇത് കമ്മീഷൻ ആണ് അല്ലെ? കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് ഗ്രോസ് സെയിൽസിന്റെ. ഓ നോർമൽ കമ്മീഷൻ, അതുകൊണ്ട് നമ്മൾ ഫിക്സഡ് റേറ്റ് വെച്ചിട്ട് ചെയ്യുന്നത്. ദെൻ സെയിൽ നടത്തിയിട്ടുണ്ട്, നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ അബ്നോർമൽ ലോസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ചാർജ്. അബ്നോർമൽ ലോസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ചാർജ് ചെയ്യണം. അപ്പൊ അതിന്റെ കോസ്റ്റ് നമുക്കറിയാം. നോക്കി, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം 50 കേസ് ആണ് നമുക്ക് നഷ്ടപ്പെട്ടത്, ശരിയല്ലേ? ഓക്കെ, അതിന്റെ കോസ്റ്റ് എത്രയായിരുന്നു? നമ്മൾ വാങ്ങുമ്പോൾ 1000 രൂപയായിരുന്നു. അത് എത്ര വരും? 50,000 വരും. പ്ലസ് ഇവർക്ക് 50,000 രൂപ കോസ്റ്റ് വന്നിട്ടുണ്ട്. എത്ര ട്രാൻസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? 1000 എണ്ണം ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം 50 എണ്ണത്തിന്റെ കോസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? 50,000 ഇൻറ്റു 50 ഡിവൈഡ് ബൈ 1000. വർക്കൗട്ട് ചെയ്തേ. അല്ലേ? 2,500. സോ ടോട്ടൽ അബ്നോർമൽ ലോസ് കെയിം ടു 52,500. 52,500. ക്ലിയർ ആണല്ലോ? ഓക്കെ. ദെൻ ഇൻവെന്ററി കാണണം അല്ലെ? ഇൻവെന്ററി കാണണം. അപ്പം ബൈ കൺസൈൻമെന്റ് ഇൻവെന്ററി ഇൻ ഹാൻഡും ഉണ്ട്, ഇൻ ട്രാൻസിറ്റും ഉണ്ട് അല്ലെ? ഇൻ ഹാൻഡ് 150 ഉള്ളത്. എങ്ങനെയാ 150 കിട്ടുന്നത്? യെസ്, 1000 അയച്ചിട്ടുണ്ട്, 50 ലോസ് ആണ്, 100 ട്രാൻസിറ്റിലുണ്ട്, 700 എന്ത് ചെയ്തിട്ടുണ്ട്? വിറ്റിട്ടുണ്ട്. എത്ര ഒരു 150 അല്ലെ? 150. അതിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? 1060 ഈച്ച് എന്ന് പറഞ്ഞത്. കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന സമയത്ത് ഒന്ന് കൺസൈനർക്ക് വന്ന എക്സ്പെൻസ് ചാർജ് ചെയ്യണം. അത് 50 പൈസ വരിക. അവിടെ 50 പൈസ വന്നത് ഒന്നിന്റെ മുകളിൽ. ഇവിടെ എത്ര? 50 പൈസ വന്നു. പ്ലസ് 10 പൈസ എന്തായിരിക്കും? അതായത് നമ്മൾ ആ ക്ലിയറിംഗ് ചാർജ് വരും. പക്ഷെ എന്ത് വരില്ല? വെയർഹൗസ് എക്സ്പെൻസ് വരില്ല, പാക്കേജിങ് എക്സ്പെൻസ് വരില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ എല്ലാവരും. ഇവിടെ നോക്കിയാൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ വാങ്ങിയ കൺസൈനിന്റെ കയ്യിലേക്ക് എത്തിയ സ്റ്റോക്ക് ഇല്ലേ, ഈ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ റിസീവ് ചെയ്യുന്നത് വരെയുള്ള എക്സ്പെൻസ് ഇൻകർ ചെയ്യാൻ പാടുള്ളൂ. ഐ മീൻ ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം ഞാൻ ഗോ ഡൗൺ റെന്റ് കൊടുത്തു, അതിനുശേഷം ഞാൻ മെയിൻ്റെനൻസ് ചാർജ് കൊടുത്തു, അതിനുശേഷം ഞാൻ എന്താ പറയാ പിന്നെ പാക്കിംഗ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ് വന്നു. ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ചാർജ് ചെയ്യാൻ പാടില്ല. അത് റിസീവ് ചെയ്യുന്നവരെ ക്ലിയറിംഗ് ചാർജ് കൊടുത്താലേ നമ്മുടെ കയ്യിലേക്ക് കിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്ലിയറിംഗ് ചാർജ് നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. അപ്പം 8,500 ആണ് ക്ലിയറിംഗ് ചാർജ് വന്നത്. എത്ര യൂണിറ്റിന്? 850 അല്ലേ റിസീവ് ചെയ്തിട്ടുണ്ടാവും? 1000 മൈനസ് 150 അല്ലേ ഉണ്ടാവും അല്ലെ? അപ്പം 8,500 ഡിവൈഡ് ബൈ 850 എത്ര വരും? 10 വരും അല്ലെ? ഓക്കെ, അങ്ങനെയാണ് 1060 വരുന്നത് അല്ലെ? 1060 നോക്കിയേ. ഒന്നിന്റെ കോസ്റ്റ് 1000 രൂപയ്ക്ക് ഇത് അയച്ചത്. ഓക്കെ, കൺസൈനർ എന്ത് ചെയ്തിട്ടുണ്ട്? 50,000 രൂപ ചെലവ് വന്നിട്ടുണ്ട്. എത്ര അയക്കാൻ? 1000 എണ്ണം അയക്കാൻ. അപ്പൊ ഒന്നിന് എത്ര ഒരു 50 രൂപ വരും, ശരിയല്ലേ? 1500 ആയി. ഇനി അത് കൺസൈൻ ഇവിടെ റിസീവ് ചെയ്തു. റിസീവ് ചെയ്ത സമയത്ത് ക്ലിയറിംഗ് ചാർജ് 850 രൂപ വന്നിട്ടുണ്ട്. സോറി, 8,500 വന്നിട്ടുണ്ട്. എത്ര റിസീവ് ചെയ്യാൻ? 1000 റിസീവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. എത്ര റിസീവ് ചെയ്തിട്ടുള്ളൂ? 850 കിട്ടിയിട്ടുള്ളൂ. 50 നഷ്ടപ്പെട്ടു, 100 ഇപ്പോഴും ട്രാൻസിറ്റിലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര വരുള്ളൂ? 10 രൂപ. അപ്പൊ 10 രൂപയും കൂടെ ഇതിന് കോസ്റ്റ് വരും. അപ്പൊ എത്രയായി? 1000. അപ്പൊ 150 ഇൻറ്റു 1060.
ഓക്കെ, 150 ഇൻറ്റു 1060, 1,59,000. ദെൻ ഇൻ ട്രാൻസിറ്റിലുള്ള എന്റെ സ്റ്റോക്കും കൂടെ നമ്മൾ ഇവിടെ കാണിക്കണം. ഇൻ ട്രാൻസിറ്റിലുള്ള എത്ര ഇൻ ട്രാൻസിറ്റിലുള്ളത്? 100 അല്ലേ? അതിന്റെ റേറ്റ് എന്തായിരിക്കും? ആ 10 രൂപ വന്നിട്ടുണ്ടാവോ? ഇതിന്റെ അകത്ത് ക്ലിയറിംഗ് ചാർജ് വന്നിട്ടുണ്ടാവോ? ഇൻ ട്രാൻസിറ്റില്ല, വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അല്ലെ? അപ്പൊ 50 രൂപയെ ചാർജ് ചെയ്തിട്ടുണ്ടാവുക, ഈ പൈസ ചാർജ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതാണ് 1050. നോക്കിയേ, നമ്മൾ ഇവിടുന്ന് ഗുഡ്സ് അയച്ചു. അയക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു കേസിന് എത്രയാ? 1000 രൂപയാ. 1000 വന്നോ? വന്നു. ഇത് അയക്കുന്ന സമയത്ത് ഇയാൾക്ക് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? 50,000 രൂപ ആർക്ക് ചെലവ് വന്നിട്ടുണ്ട്? കൺസൈനർക്ക് ചെലവ് വന്നിട്ടുണ്ട്. 50,000 രൂപ ചെലവ് വന്നിരിക്കുന്നത് 1000 ക്വാണ്ടിറ്റി അയച്ചപ്പാ. അപ്പൊ ഒന്നിന്റെ മുകളിൽ എത്ര വരും? 50 വരും. ക്ലിയർ? അപ്പൊ എന്ത് ചെയ്തു? 1000ന്റെ കൂടെ 50 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 1050 ആയി. ഏത്? ട്രാൻസിറ്റ് ആകുമ്പോഴത്തേക്ക്. റിസീവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? വീണ്ടും ഒരു 10 രൂപയും കൂടെ വരുന്നു ഒരു കേസിന്. അതാണ് മോളത്തേല് റിസീവ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള കൺസൈനിന്റെ കയ്യിലുള്ളതിന്റെ കോസ്റ്റ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 1060 എടുത്തു. ട്രാൻസിറ്റിൽ വരുന്ന സമയത്ത് ആ ക്ലിയറിംഗ് ചാർജ് വരില്ല, അതുകൊണ്ട് 1050 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ടോട്ടല് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1000 ഇവിടുന്ന് വിട്ടിട്ടുണ്ട്. നോക്കണേ, അതിൽ 750 നമ്മൾ വിറ്റു. ഓക്കെ, എത്ര? 700 നമ്മൾ വിറ്റു. ഓക്കെ, 750 അല്ലേ പോയെ? 700. ഓക്കെ, 750 കിട്ടും. ശരി, 50 നമുക്ക് എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു. ഇപ്പൊ എത്രയായി? 750 അല്ലേ? ദെൻ 150 നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ എത്രയായി? 900. ദെൻ 100 വരുന്നുണ്ട്, ട്രാൻസിറ്റിൽ വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? നമ്മളെ കണക്ക് റെഡിയാണ് അല്ലേ? ശരി, അപ്പൊ നമ്മൾ സ്റ്റോക്ക് വാല്യൂ ചെയ്തു, ഇട്ടു. ദെൻ ടോട്ടൽ ചെയ്തു, സെയിം ടോട്ടൽ ഇവിടെ ഇട്ടു. അതിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലെസ് ചെയ്തു. നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് കിട്ടിയിട്ടുണ്ട്. എന്താണ്? റിവാലുവേഷൻ, സോറി, കൺസൈൻമെന്റ് അക്കൗണ്ട് എന്താണ്? പ്രോഫിറ്റ് ആണ് കാണിക്കുന്നത്. എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നമുക്ക് സുന്ദരം കൺസൈനിന്റെ അക്കൗണ്ട് നോക്കാം. അയാൾ വിറ്റത് പ്രകാരം നമുക്ക് എത്ര തരാനുണ്ട്? 9,80,000 തരാറുണ്ട്. പക്ഷെങ്കിൽ അയാൾ കൺസൈൻമെന്റ് എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടുണ്ട് എത്ര? 31,500. അപ്പൊ ഇത്ര തരണോ? ഇതിൽ നിന്ന് ഇത് കുറച്ചുകൂടെ കുറയ്ക്കാം. പിന്നെ അവർ കമ്മീഷൻ കൊടുക്കാനുണ്ട് നമ്മൾ എത്ര? 98,000. അപ്പൊ ഇത്ര തരണോ? അതും കൂടെ കുറച്ചുകൂടെ കുറച്ചു. അതും കുറച്ചിട്ട് നമ്മൾ എത്ര കൊടുത്താൽ മതി? 8,50,500 കൊടുത്താൽ മതി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എനി ഡൗട്ട്?